എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പഴം നിറച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള ഐറ്റമാണ് ഇത്. ഇതിനു വേണ്ടി അധികം പഴുക്കാത്ത ഏത്തക്കായാണ് എടുക്കേണ്ടത്. ഏത്തപ്പഴം നിറച്ചത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ 5 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം തൊലി പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം മാത്രമായിട്ട് കീറി ഇതിനകത്തുള്ള കറുത്ത ഭാഗം നീക്കിക്കളയണം. വളരെ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ അകത്തെ കറുത്ത ഭാഗം നീക്കിക്കളയാൻ. 2 അരികും പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത്തപ്പഴത്തിൻ്റെ അകത്തെ ഭാഗമൊക്കെ മാറ്റി കൂട്ട് നിറയ്ക്കാനുള്ള സ്പേസ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരമുറി തേങ്ങ ചിരകിയത്, കുറച്ച് കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ ഇത് വറക്കുന്നതിന് വേണ്ടി കുറച്ച് നെയ്യും കൂടെ ആവശ്യമാണ്. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഇവിടെ ചെറുതായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ കിസ്മിസും റെഡിയായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കുറവ് വേണ്ടവർക്ക് കുറച്ച് ചേർക്കാവുന്നതാണ്. രണ്ട് ഏലക്കായും കൂടെ നല്ലവണ്ണം പൊടിച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തേങ്ങ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയും നെയ്യും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ചേരുന്ന ഈ കൂട്ടാണ് ഏത്തപ്പഴം നിറച്ചതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് ഏത്തപ്പഴത്തിലെ ഫില്ലിങ്സ് പുറത്തു പോകാതിരിക്കുന്നതിനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് വെള്ളം ഇവയാണ് ആവശ്യം. 1 നുള്ളു ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം കൊണ്ട് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ടാവും. ചെറിയ ഗോൾഡൻ കളർ വരുന്നത് വരെയാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഇത് പഴത്തിലേക്ക് നിറച്ചു കൊടുക്കാം. ഏത്തപ്പഴത്തിൽ കൂട്ട് നിറച്ച് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉപയോഗിച്ച് ഈ ഏത്തപ്പഴത്തിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗം അടച്ചു വെക്കാം. ഏത്തപ്പഴമെല്ലാം വറക്കുന്നതിന് പാകമായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു പാനിൽ 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കാം. ഈ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെങ്കിലും അത് ഉപയോഗിച്ച് വറക്കാവുന്നതാണ്. ഫില്ലിംഗ് അടച്ചു വെച്ച ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം ഏത്തപ്പഴം വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ ഫില്ലിംഗ് അടച്ച ഭാഗം നേരെ ഓപ്പോസിറ്റായിട്ട് താഴെ വരുന്ന രീതിയിൽ വേണം വറക്കാൻ. അടച്ചു വെച്ചിരിക്കുന്ന ഭാഗം സൈഡിലായിട്ട് വരുവാണെങ്കിൽ ഏത്തപ്പഴം വറക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഏത്തപ്പഴം വെന്ത് പാകമാകുന്നതാണ് ഏത്തപ്പഴം നിറച്ചതിൻ്റെ കണക്ക്. ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.